ആലപ്പുഴയിലെ നവകേരള യാത്രയ്ക്കിടെ KSU നേതാക്കളെ മർദ്ദിച്ചതിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർക്കെതിരെ പുനരന്വേഷണത്തിന് ഉത്തരവിട്ട് സർക്കാർ. പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. നിയുക്ത ആലപ്പുഴ MLA AD തോമസ് അടക്കമുള്ളവർക്കാണ് ഗൺമാൻമാരുടെ മർദ്ദനമേറ്റത്. പുനരന്വേഷണത്തിൽ സന്തോഷമെന്നും സ്വാഭാവിക നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും AD തോമസ് മീഡിയ വണിനോട് പറഞ്ഞു. ഈ നവകേരള സദസ്സിൻ്റെ പരിപാടിയുടെ ഭാഗമായി അന്നത്തെ മുഖ്യമന്ത്രി ആലപ്പുഴ ജില്ലയിൽ എത്തിയപ്പോൾ റോഡരികിൽ പ്രതിഷേധം നടത്തിയ 2 പേർക്കെതിരായി മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ ആളുകൾ വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവം കേരളത്തെ നടുക്കിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കോടതി ഒരു പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ നടത്തണ്ടേ? നിയമപരമായ ഇതല്ലേ. അതുകൊണ്ട് അതിനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ കേസ് അന്വേഷിക്കും. ഇതൊരു കേവലമായ ഒരു രാഷ്ട്രീയ പകപോക്കലോ ഒന്നുമല്ല. ഇതൊരു നമ്മുടെ നാട്ടിൽ അഭിപ്രായം പറയുവാനും പ്രതിഷേധിക്കുവാനും പ്രതിഷേധത്തിൻ്റെ ശബ്ദമുയർത്തുവാനും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുവാനും എല്ലാവർക്കും അവകാശമുണ്ട്. ആ അവകാശത്തെ ലാത്തി കൊണ്ടോ ചെടിച്ചട്ടി കൊണ്ടോ തല്ലി ഒതുക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഇത് കേരളമാണെന്നും ജനാധിപത്യ രാജ്യമാണെന്നുമുള്ള ഒരു ബോധ്യം മറ്റുള്ളവർക്ക് ഇങ്ങനെയുള്ള ക്രിമിനലുകൾക്കുണ്ടാകുന്ന ഒരു തരത്തിൽ തീരുമാനമാണ് UDF സർക്കാർ മണിക്കൂറുകൾക്കുള്ളിൽ എടുത്തിരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് 2 പേർക്കും സന്തോഷമുണ്ട്. കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഒരു പോരാട്ടം, ആ പോരാട്ടത്തിൻ്റെ ഒരു വിജയമായിട്ടാണ് കാണുന്നത്. ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മാതൃകാപരമായ ഒരു നടപടി കൂടി വരും. എന്നാലേ ആ ഒരു സന്തോഷം ഞങ്ങളെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ ഒരു സന്തോഷം പൂർണ്ണതോതിലെത്താൻ ഈ SITയുടെ അന്വേഷണം പൂർത്തിയാകണം. ആ ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. കോടതികളെ പരിഹസിക്കുന്ന രീതിയിലായിരുന്നു അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ നിലപാട്. കോടതി കേസെടുക്കാൻ പറഞ്ഞിട്ട് കേസെടുത്തിട്ട് 7 അന്വേഷണ ഉദ്യോഗസ്ഥർ മാറി ആ കേസ് അന്വേഷിച്ചു. എന്നിട്ട് കൊടുത്തത് റഫർ ചാർജാണ്. ഇങ്ങനെ തെളിവുകളെ ഇല്ല, ഇങ്ങനെ സംഭവമേ നടന്നിട്ടില്ല, ഇവർക്ക് അവരവരുടെ ഡ്യൂട്ടി മാത്രമാണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് അവർ സമർപ്പിച്ചത്. സ്വാഭാവികമായും ഞങ്ങൾ അന്നത്തെ വിഷ്വൽ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ കണ്ടതാണ്. ഞങ്ങൾ ആ തെളിവുകളെല്ലാം ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി തുടരന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടത്. കോടതിയിൽ നമ്മൾ പരാതിയായിട്ട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കോടതിയിൽ കേസ് എടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യം പരാതി കൊടുത്തിരുന്നത്. ഞങ്ങൾ മർദ്ദിച്ചു, അതിൻ്റെ പേരിൽ കേസ് എടുക്കണം എന്നുള്ളതും അപ്രോപ്രിയേറ്റ് സെക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് കേസ് എടുക്കണം എന്നുള്ളത് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്. അതിനുശേഷം റഫർ ചാർജ് കൊടുത്തപ്പോൾ അങ്ങനെ കേസ് റെഫർ ചെയ്യാൻ പാടില്ല, അതെങ്ങനെ റെഫർ ചെയ്യാൻ പറ്റുന്ന ആ കേസ് മുഖ്യമന്ത്രി ഇരുന്ന വശത്ത് ഞങ്ങൾ തൊട്ടിട്ടില്ല, അവർ അടിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ പിന്നെ അടിച്ചതിൻ്റെ വിഷ്വൽസ് അവർ ഹാജരാക്കണ്ടേ? അങ്ങനെ വിഷ്വൽസ് അവർ ഹാജരാക്കിയിട്ടില്ല. വിഷ്വൽസ് ഹാജരാക്കി എന്ത് പറ്റും? വിഷ്വൽസ് ഹാജരാക്കിയാൽ ഞങ്ങൾ ആ വാഹനവ്യൂഹം കടന്നുപോയ ശേഷം പോലീസ് പിടിച്ച് മാറ്റി നിർത്തിയ ശേഷമാണ് ഈ പറയുന്ന അനിൽകുമാറും ഈ പറയുന്ന സന്ദീപ് അടക്കമുള്ള 3 പേരും വന്നും ഞങ്ങളൊന്ന് മർദ്ദിക്കുന്നത്. ആ പരിക്കിൽ അന്ന് സംഭവിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് 2 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ ആവശ്യമെന്ന് പറയുന്നത് ന്യായമായി ആ കേസിൽ ഒരു നടപടി ഉണ്ടാവണമെന്നുള്ളത് മാത്രമാണ്. പിന്നെ വെട്ടിയത് മഴ മറന്നാലും കൊണ്ടത് മരം മറക്കില്ലല്ലോ. ഞങ്ങളൊന്നും മറന്നിട്ടില്ല. കൃത്യമായി ആ വിഷയത്തിൽ ഏറ്റവും അവസാനം വരെ ഞങ്ങൾ അതിന് മുമ്പോട്ട് പോകുന്നു മാത്രമേ പറയൂ. ലിജോ റോളൻസ് ചേരുകയാണ് വിവരങ്ങളുമായി. ലിജോ, വെട്ടിയത് മഴ മറന്നാലും മരം മറക്കില്ലല്ലോ എന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത്. എഡി തോമസിന് ബൈറ്റ് നേരത്തെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കേട്ടു. നീതി ലഭിക്കും എന്നാണ് പ്രതീക്ഷ എന്നാണ് അദ്ദേഹവും പറയുന്നത്. സ്വാഭാവികമായി ഇതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡിസിഷനാണ്. നേരത്തെ സൈഫ് സൈനുൽ അബ്ദീനും ആ കാര്യം വളരെ വിശദമായി പറഞ്ഞിട്ടു. ഇനി അങ്ങോട്ടുള്ള നടപടിക്രമങ്ങൾ എന്തായിരിക്കും ഈ കേസിൽ? SIT വന്ന ശേഷം കേസ് അന്വേഷണം പൂർത്തിയായ ശേഷം മാത്രമായിരിക്കുമോ നടപടികളിലേക്ക് പോവുക? അതെല്ലാം തുടക്കത്തിൽ തന്നെ പ്രാഥമികമായി ഇതിൽ തെറ്റുണ്ട് എന്ന് കണ്ടെത്തിയാൽ അവരെ മാറ്റി നിർത്തുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുമോ? എങ്ങനെയാണ് സംസ്ഥാനത്തെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ തീരുമാനത്തെ കാണുന്നത്? ലിജോ. മഹേഷ്, എന്തായാലും വെട്ടുകൊണ്ട മരവും ഒപ്പം തന്നെ ആ മരത്തിന് തണലായി നിന്ന നേതാക്കന്മാരാരും തന്നെ ഇക്കാര്യം മറന്നിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ആദ്യ മന്ത്രിസഭയിൽ തന്നെ എടുത്തിരിക്കുന്ന ഈ സുപ്രധാന തീരുമാനം. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് യുവജന വിദ്യാർത്ഥി സംഘടനകൾ സംസ്ഥാനത്താകമാനം പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും കണ്ണൂരിൽ നേരിട്ട് ഒപ്പം തന്നെ ആലപ്പുഴയിലായിരുന്നു ഏറ്റവും മൃഗീയമായ രീതിയിൽ 2 നേതാക്കൾക്ക് നിയുക്ത ആലപ്പുഴ MLAക്ക് ഉൾപ്പെടെ മർദ്ദനമേൽക്കുന്ന ഒരു കാര്യമുണ്ടായത്. ഇതിന് പിന്നാലെയാണ് പരാതികളുമായി ഇവർ കോടതിയൊക്കെ സമീപിക്കുകയും കോടതി അതിൽ ചാർജ് ഫ്രെയിം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾക്ക് വേണ്ടി പോലീസിന് സമർപ്പിച്ചു. അപ്പോഴാണ് അത് റഫർ ചാർജുകൾ മാത്രം, അതായത് കൃത്യനിർവഹണത്തിനിടെ നടത്തിയ കാര്യങ്ങളെന്ന് മാത്രം പറഞ്ഞുകൊണ്ടായിരുന്നു ആ റിപ്പോർട്ടും
അത് കോടതിയെ ആ വിവരങ്ങൾ ധരിപ്പിച്ചത്. അതിനെതിരെ നേരത്തെ തന്നെ, അതായത് സതീഷ് UDFന് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ തന്നെ ഇത്തരത്തിൽ പരാതിയുമായി പോകുമെന്നുള്ള ഒരു കാര്യം എ ഡി തോമസ് ഉൾപ്പെടെ അറിയിക്കുകയും ചെയ്തിട്ടു. ആദ്യം മന്ത്രിസഭ എടുത്തിരിക്കുന്ന തീരുമാനം ഇതാണ്. ഇക്കാര്യങ്ങൾ ഈ നിയുക്ത MLA ഒപ്പം തന്നെ അന്ന് മർദ്ദനമേറ്റ അജയ് ജുവൽ കുര്യാക്കോസിന്റെ ഉൾപ്പെടെയുള്ളവരുടെ പരാതികൾ കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി അതിലെന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് പഠിക്കുന്നതിന് വേണ്ടി, അത് അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു. മഹേഷ് ചോദിച്ചതുപോലെ തന്നെ ആദ്യമേ നടപടിയിലേക്ക് കടക്കില്ല. കാരണം അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ 2 ഗൺമാൻമാർക്കെതിരെയാണ് പ്രധാനമായും ആരോപണം വരുന്നത്. അന്വേഷിച്ച് കൃത്യമായി കുറ്റകൃത്യങ്ങൾ കണ്ടെത്താതെ അവർക്കെതിരെ നടപടി, സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതൊരു രാഷ്ട്രീയ പകപോക്കലായി മാത്രമേ വിലയിരുത്തുകയുള്ളൂ. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ആഭ്യന്തര വകുപ്പ് അടുത്ത ദിവസം തന്നെ നിയോഗിക്കും. അവർ എത്രയും വേഗം തന്നെ അത് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ പരാതിയിൽ പറയുന്ന 3 പേർക്കെതിരെയാണ് പ്രധാനമായും പരാതി പറയുന്നത്, അവർക്കെതിരെ എന്ത് നടപടി ഉണ്ടാകും എന്നുള്ള ഒരു കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. എ ഡി തോമസും ഒപ്പം തന്നെ അജയും പറഞ്ഞതുപോലെ തന്നെ അത് പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിനെതിരെ, അല്ല രാഷ്ട്രീയ പകപോക്കലല്ല, പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിനെതിരെയുള്ള ഒരു കൃത്യമായ ഒരു നിയമപരമായ നടപടിയായിട്ടാണ് ഈ സർക്കാരിന്റെ ഒരു നീക്കത്തെ കാണുന്നത്. ഏകദേശം 2 വർഷമാകുന്നു. ഇപ്പോഴും അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. വാഹനം ഓടിക്കാൻ പോലും അവർക്ക്, അതായത് സ്റ്റിയറിംഗ് ഒക്കെ പിടിക്കുമ്പോൾ പോലും ആ ലിഗമെന്റിന്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും അവരെ അലട്ടുന്നു. മാനസികമായി അവർ നേരിട്ട വലിയ ഒരു അപമാനമുണ്ട്. ഒപ്പം തന്നെ പോലീസുകാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന കളിയാക്കലുകൾ, ഇതിനെല്ലാമുള്ള ഒരു മറുപടി തന്നെയായിരിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടും അതിനെ തുടർന്നുണ്ടാകുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ എടുക്കാൻ പോകുന്ന നടപടിയിൽ ഉണ്ടാവുക എന്നുള്ള കാര്യം വ്യക്തമാണ്. മഹേഷ്.